ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ അവതാരം കേട്ടാലോ? അങ്ങനെ ബലരാമ അവതാരം കഴിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാനെ ജന്മമെടുക്കാനുള്ള സമയം ആഗതമായി. വിഷ്ണു ഭഗവാൻ സ്വയം വസുദേവരുടെ മനസ്സിൽ പ്രവേശിച്ചു. ആ ഭഗവത് അംശത്തെ ദേവകി തൻ്റെ മനസ്സുകൊണ്ട് തന്നിലേക്ക് പകർന്നു. അങ്ങനെ ഭഗവാൻ ദേവകിയുടെ ഉദരം തൻ്റെ വാസസ്ഥാനമാക്കി. അതായത് ദേവകി തൻ്റെ 8ാമത്തെ ഗർഭത്തിൽ ഭഗവാനെ വരിച്ചു. ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചതോടെ ദേവകിക്ക് എന്തെന്നില്ലാത്ത ഒരു ശോഭ. ദേവകി കംസന്റെ കൊട്ടാരത്തിൽ കാരാഗൃഹത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ബന്ധനസ്ഥയായിരുന്നതിനാൽ ഭഗവാനെ ഗർഭത്തിൽ പേറുന്ന ദേവകി ദേവിയുടെ അതീന്ദ്രിയ സൗന്ദര്യം ദർശിക്കാൻ ആർക്കും സാധിച്ചില്ല. എന്നാൽ തൻ്റെ സഹോദരി ദേവകിയുടെ അതീന്ദ്രിയ സൗന്ദര്യം കംസൻ കണ്ടു. പരമാത്മാവ് അവളുടെ ഗർഭത്തിൽ കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇത്രയും സുന്ദരിയായി കംസൻ അവളെ കണ്ടിട്ടില്ല. അത്ഭുതകരമായി എന്തോ ഒന്ന് ദേവകിയുടെ ഗർഭത്തിലുണ്ടെന്ന് കംസനെ തികച്ചും ബോധ്യപ്പെട്ടു. തന്നെ വധിക്കാൻ ഭഗവാൻ എത്തിക്കഴിഞ്ഞു എന്ന് കംസനെ മനസ്സിലായി. ഇപ്പോൾ ദേവകിയെ വധിച്ചാൽ തൻ്റെ പരമമായ തീരുമാനം കൂടുതൽ രൂക്ഷമായ രീതിയിൽ വിഷ്ണു ഭഗവാൻ നടപ്പിലാക്കും. അസുരന്മാർ എന്തൊക്കെ വിഘ്നങ്ങൾ സൃഷ്ടിച്ചാലും അദ്ദേഹത്തിൻ്റെ ഇംഗിതം നടക്കുക തന്നെ ചെയ്യും. ഇത് മനസ്സിലാക്കിയ കംസൻ തൽക്കാലം ദേവകിയെ വധിക്കേണ്ടെന്നും അനിവാര്യമായ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കാമെന്നും തീരുമാനിച്ചു. പക്ഷേ കംസൻ്റെ മനസ്സിൽ മുഴുവൻ പരമാത്മാവിനോടുള്ള ശത്രുത മുഴുകി. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്നു വേണ്ട സദാ സർവ്വ അവസ്ഥയിലും കംസൻ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പരമാത്മാവിനെക്കുറിച്ചുള്ള ചിന്തയിൽ മനസ്സു നിമഗ്നമായപ്പോൾ തനിക്ക് ചുറ്റും കാണുന്നതെല്ലാം കൃഷ്ണനായി ദർശിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തുകയും ചെയ്തു. ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് ബ്രഹ്മാവ് പരമശിവനോടും നാരദ മഹർഷിയോടും ചേർന്ന് ഭഗവാനെ സ്തുതിക്കുകയും ആകാശത്ത് നിന്ന് പൂക്കൾ വർഷിപ്പിക്കുകയും ചെയ്തു. ദേവകിക്ക് സഹോദരനായ കംസനെ വളരെയധികം ഭയമായിരുന്നു. ഇതിനകം തൻ്റെ എത്രയോ കുഞ്ഞുങ്ങളെ അയാൾ വധിച്ചു കഴിഞ്ഞു. കൃഷ്ണനെക്കുറിച്ച് എന്നും അവൾ ഉത്കണ്ഠാകുലയായിരുന്നു. ആ സമയത്ത് എല്ലാ ദേവന്മാരും തങ്ങളുടെ ഭാര്യമാരുമൊത്ത് ദേവകിയെ സന്ദർശിച്ച് പുത്രനായ കൃഷ്ണനെ കംസൻ വധിക്കുമെന്ന ഭയം വേണ്ടെന്ന് പറഞ്ഞു സമാശ്വസിപ്പിച്ചിരുന്നു എന്ന് വിഷ്ണുപുരാണം പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി മാത്രമല്ല, വിശേഷിച്ച് യദുവംശത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനും കൂടിയാണ് അവിടുത്തെ ഗർഭത്തിൽ കിടക്കുന്ന കൃഷ്ണൻ അവതരിക്കുന്നത്. ഒപ്പം തീർച്ചയായും ദേവകിക്കും വസുദേവർക്കും രക്ഷ നൽകാനും കൂടിയാണെന്ന് അവരറിയിച്ചു. അങ്ങനെ കൃഷ്ണാവതാര സമയമായി. ആ സമയത്ത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എന്നു വേണ്ട സർവത്ര ശാന്തിയുടെയും സമൃദ്ധിയുടെയും അന്തരീക്ഷമായിരുന്നു. ആകാശത്തിൽ ശുഭനക്ഷത്രങ്ങൾ പ്രത്യക്ഷമായി. ഭൂതലത്തിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മേച്ചിൽപ്പുറങ്ങളിലും ബഹുജനങ്ങളുടെ മനസ്സിലും വരാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെ സൂചനകളുണ്ടായി. നദികൾ നിറഞ്ഞൊഴുകി. കുളങ്ങളും തടാകങ്ങളും വിരിഞ്ഞ താമരമലരുകൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. വനമേഖലയിൽ പക്ഷികൾ മധുരസ്വരത്തിൽ ഇമ്പമായി പാടി. മയിലുകൾ ഇണയോട് ചേർന്ന് ആനന്ദ നൃത്തം ചെയ്തു. പലതരം പുഷ്പങ്ങളുടെ സൗരഭ്യം വഹിച്ചുകൊണ്ട് സുഖകരമായ മന്ദപവനൻ വീശി. അതിൻ്റെ സ്പർശം ശരീരത്തിനു അങ്ങേയറ്റം ആനന്ദകരമായിരുന്നു. ഹോമം നിത്യകർമ്മമാക്കിയിരുന്ന ബ്രാഹ്മണർക്ക് തങ്ങളുടെ ഗൃഹാന്തരീക്ഷങ്ങളിൽ ഹോമത്തിന് അനുകൂലമായ അന്തരീക്ഷം അനുഭവപ്പെട്ടു. അസുര രാജാക്കന്മാരുടെ ഉപദ്രവം മൂലം കുറേ കാലമായി ബ്രാഹ്മണരുടെ യാഗവേദികളിലെ ഹോമകുണ്ടങ്ങൾ മിക്കവാറും കെട്ടടങ്ങിയിരുന്നു. എന്നാലിപ്പോൾ യാഗാഗ്നി ജ്വലിപ്പിക്കാൻ അനുകൂലമായ അവസരം കൈവന്നിരിക്കുന്നതായി അവർ കണ്ടു. ഗന്ധർവ കിന്നരന്മാർ ഗാനം തുടങ്ങി. സിദ്ധചാരണന്മാർ ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. സ്വർലോകത്ത് ദേവദൂതന്മാരും ഭാര്യമാരും അപ്സരസുകളോടൊപ്പം ആനന്ദ നൃത്തം ചെയ്തു. സന്തുഷ്ടരായ മാമുനിമാരും ദേവഗണങ്ങളും പുഷ്പവൃഷ്ടി ചെയ്തു. സാഗര തീരങ്ങളെ തഴുകിക്കൊണ്ട് ചെറുതരംഗങ്ങൾ നൃത്തമാടി. കടലിന് മുകളിൽ ആകാശദേശത്ത് മേഘമാലകളുടെ മന്ത്രധ്വനി മുഴങ്ങി. അങ്ങനെ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയും ബ്രഹ്മാവ് ദേവതയായ രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന ശുഭമുഹൂർത്തം സമാഗതമായി. അതായത് ഭഗവാന്റെ അവതാര മുഹൂർത്തമായി. ഭഗവാന്റെ അവതാരത്തെ പഞ്ചഭൂതങ്ങളും തങ്ങളുടെ പ്രകൃതിക്കൊത്ത് സ്വാഗതം ചെയ്തു.
നിർമ്മലമായ ആകാശം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തിയും പെരുമ്പറയുടെ ശബ്ദത്താലും ഭഗവാന്റെ ആഗമനത്തെ കാത്തിരുന്നു. മേഘങ്ങൾ മന്ദം മന്ദമായി ജലം വർഷിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രി സമയം വന്നപ്പോൾ ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി. സജ്ജനങ്ങളുടെ മനസ്സുകളിലെല്ലാം എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദത്തള്ളൽ അനുഭവപ്പെട്ടു. ആ അവസരത്തിൽ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദയം ചെയ്യുന്നത് പോലെ പുറത്തു വന്ന് ശോഭിച്ചു. ഒരു അത്ഭുത മനുഷ്യബാലന്റെ രൂപത്തിലായിരുന്നു ഭഗവാന്റെ ആവിർഭാവം. നീലത്താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ, ശംഖചക്ര ഗദാ പങ്കജങ്ങൾ ധരിച്ച 4 തൃക്കൈകൾ, മാറിൽ ശ്രീവത്സം എന്ന അടയാളം, കഴുത്തിൽ കൗസ്തുഭരത്നം, അരയിൽ മഞ്ഞപ്പട്ട്, സാന്ദ്രമായ മേഘത്തിൻ്റെ വർണ്ണമാർന്ന ശരീരം, അമൂല്യരത്നങ്ങൾ പതിച്ച കിരീടം ധരിച്ച ശിരസ്, മകരകുണ്ടലങ്ങൾ അണിഞ്ഞ കാതുകൾ, നീലിമയാർന്ന ചുരുണ്ടു കിടക്കുന്ന കേശഭാരം, വളകളും തോൾവളകളും ധരിച്ച ബാഹുക്കൾ എന്നിവയോടുകൂടിയ ആ അത്ഭുത ബാലനെ വസുദേവരും ദേവകിയും കൺകുളിർക്കെ കണ്ടു. സാധാരണയായി ആൺകുട്ടി ജനിക്കുമ്പോൾ ആളുകൾ അത്യാഹ്ലാദത്തോടെ ആ അവസരം കൊണ്ടാടാറുണ്ട്. ഇവിടെ എൻ്റെ ഗൃഹത്തിൽ താൻ കാരാഗൃഹത്തിലാണെങ്കിൽ പോലും പരമ്പൊരുളായ ഭഗവാൻ ജന്മമെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ മംഗളമുഹൂർത്തം ആഘോഷിക്കാൻ എത്രയോ ലക്ഷം തവണ ഞാൻ തയ്യാറാകേണ്ടതാണ് എന്ന് വസുദേവർ ചിന്തിക്കുകയാണ്. ആനന്ദദുന്ദുബി എന്നുകൂടി പേരുള്ള വസുദേവർക്ക് തൻ്റെ നവജാത ശിശുവിനെ നോക്കി നിന്നപ്പോൾ സന്തോഷ ആധിക്യമുണ്ടായി. ആയിരക്കണക്കിന് ഗോക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. വൈദിക സമ്പ്രദായത്തിൽ ഒരു ക്ഷത്രിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴൊക്കെ രാജാവ് അനേകം ദാനധർമ്മങ്ങൾ നടത്താറുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ച് ഗോക്കളെ ബ്രാഹ്മണർക്കും ഋഷിമാർക്കും ദാനം ചെയ്യുക പതിവാണ്. കൃഷ്ണാവതാരം ആഘോഷിക്കാൻ ദാനകർമ്മങ്ങൾ നടത്താൻ വസുദേവർ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം കംസന്റെ കാരാഗൃഹത്തിൽ ബന്ധിതനാകയാൽ അത് സാധ്യമല്ലായിരുന്നു. അതിനു പകരം മനസ്സുകൊണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അങ്ങനെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ തങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ ബാലനെ പിതാവായ വസുദേവരും മാതാവായ ദേവകയും ആനന്ദ ബാഷ്പം തൂകിക്കൊണ്ട് ഗദ്ഗദ കണ്ഠത്തോടും രോമാഞ്ചമണിഞ്ഞ ദേഹത്തോടും കൂടി മുക്തകണ്ഠം സ്തുതിച്ചു. അവരുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മേ, സ്വയംഭുവ മന്വന്തരത്തിൽ എൻ്റെ പിതാവ് വസുദേവർ ഒരു പ്രജാപതിയായിരുന്നു. സുതപസ് എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് പൃഷ്ണി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരുന്നു അവിടുന്ന്. 12,000 ദേവവർഷം നിങ്ങൾ കഠിന തപാനുഷ്ഠാനങ്ങൾ ചെയ്തു പോന്നു. നിങ്ങളുടെ തപസ്സിൽ സന്തുഷ്ടനായ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷനായി. എന്തു വരമാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. എന്നെ നേരിൽ കണ്ടിട്ടും ഭൗതിക ബന്ധത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനം ആവശ്യപ്പെടുന്നതിന് പകരം എൻ്റെ ശക്തിയുടെ സ്വാധീനത്തിന് വിധേയരായി എന്നെ പുത്രനായി ലഭിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ പൃഷ്ണി ഗർഭിണിയായി കുട്ടി ജനിക്കുകയും ചെയ്തു. ഭഗവാൻ ദേവകിയോടും വസുദേവരോടും ഇങ്ങനെ പറഞ്ഞു, അന്ന് എൻ്റെ പേര് പൃഷ്ണിഗർഭൻ എന്നായിരുന്നു. പിന്നത്തെ യുഗത്തിൽ നിങ്ങൾ അതിഥിയും കശ്യപനുമായി ജന്മമെടുത്തു. ഉപേന്ദ്രൻ എന്ന പേരിൽ നിങ്ങളുടെ പുത്രനായി ഞാനും പിറന്നു. അന്നു ഞാൻ വാമന രൂപമാണ് കൈക്കൊണ്ടത്. അക്കാരണത്താൽ ഞാൻ 3 തവണ നിങ്ങളുടെ മകനായി പിറക്കുമെന്നായിരുന്നു എൻ്റെ അനുഗ്രഹം. ആദ്യം പൃഷ്ണി സുതപസുകൾക്ക് പൃഷ്ണിഗർഭനായും, രണ്ടാമത് അതിഥി കശ്യപന്മാർക്ക് ഉപേന്ദ്രനായും, ഇപ്പോൾ 3ാമത് ദേവകി വസുദേവർക്ക് കൃഷ്ണനായും ഞാൻ പിറന്നിരിക്കുന്നു. നിങ്ങളുടെ ദൗത്യം പൂർണ്ണമായിരിക്കുന്നതിനാൽ ഇത്തവണ നിങ്ങൾക്ക് സ്വധാമത്തിലേക്ക്, അതായത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും കംസനെ നിങ്ങൾ ഭയപ്പെടുന്നുവെന്നും എനിക്കറിയാം. അതിനാൽ ഇപ്പോൾ തന്നെ എന്നെ ഗോകുലത്തിലെത്തിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. നന്ദഗോകുലത്തിൽ നന്ദഗോപരുടെ പത്നിയായ യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെയും ആ കുഞ്ഞിനെയും പരസ്പരം മാറ്റിക്കിടത്തണമെന്നും ഭഗവാൻ വസുദേവരോട് നിർദ്ദേശിച്ചു. അനന്തരം ദേവകിയുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം കൈക്കൊണ്ടു. ഭഗവാന്റെ കൽപ്പന പ്രകാരം വസുദേവർ കുട്ടിയെ എടുക്കാൻ തുടങ്ങി. അതേ നിമിഷത്തിൽ യശോദ നന്ദനന്മാർക്ക് ഒരു പെൺകുട്ടി പിറന്നു. ഭഗവാന്റെ ആന്തരിക ശക്തിയായ യോഗമായയായിരുന്നു അവൾ. അവിടെയാകട്ടെ പ്രസവം കഴിഞ്ഞ യശോദയടക്കം എല്ലാവരും ഗാഠനിദ്രയിലായിരുന്നു. യോഗമായയുടെ വൈഭവത്താലും പ്രസവം കഴിഞ്ഞ ക്ഷീണത്താലും താൻ പ്രസവിച്ച കുട്ടി ആണോ പെണ്ണോ എന്ന് യശോദ പോലെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വസുദേവർ ഭഗവാനെയും എടുത്ത് പുറപ്പെട്ടു.
ആന്തരിക ശക്തിയായ ഈ യോഗമായയുടെ പ്രഭാവം മൂലം കംസന്റെ കൊട്ടാരത്തിലെ മുഴുവൻ അന്തേവാസികളും, വിശേഷിച്ച് ദ്വാരപാലകർ, ഗാഠസുഷുപ്തിയിലാണ്ടിരുന്നു. ഇരുമ്പു സാക്ഷിയിട്ട് ഇരുമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നിട്ടും കൊട്ടാരവാതിലുകൾ സകലതും മലർക്കെ തുറക്കപ്പെട്ടു. രാത്രി കൂരിരുട്ടിൽ ആണ്ടിരുന്നു. എന്നാൽ വസുദേവർ കുട്ടിയെയും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ സൂര്യപ്രകാശത്തിലെന്ന പോലെ സർവ്വ വസ്തുക്കളും അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. വസുദേവർ കൃഷ്ണനെയും കൊണ്ട് പോകുമ്പോൾ ഇരുട്ട് എവിടെയോ പോയി മറഞ്ഞു. കാരാഗൃഹത്തിൻ്റെ കവാടങ്ങൾ സ്വയം തുറക്കപ്പെട്ടു. അതോടെ ഇടിമുഴക്കവും പേമാരിയും തുടങ്ങി. പുത്രനായ കൃഷ്ണനെയും കൊണ്ട് വസുദേവർ നടന്നു പോകുമ്പോൾ ഭഗവാൻ ശേഷൻ സർപ്പാകൃതിയിൽ വന്നു വസുദേവരുടെ തലയ്ക്ക് മുകളിൽ ഫണം വിടർത്തി. മഴയുടെ ശല്യത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. വസുദേവർ യമുന തീരത്തെത്തി. യമുനയിൽ തിരമാലകൾ ആർത്തലയ്ക്കുന്നു. എമ്പാടും ജലം നുരകുത്തിപ്പായുന്നു. എന്നിട്ടും ആ ഭീഷണാവസ്ഥയിലും വസുദേവർക്ക് കടന്നു പോകാൻ നദി ഇരുഭാഗത്തേക്കും ഒതുങ്ങി വഴി കൊടുത്തു. ലങ്കയിൽ കടക്കാൻ ചിറകെട്ടുമ്പോൾ ഭഗവാൻ ശ്രീരാമനു സമുദ്രം വഴി കൊടുത്തതുപോലെ ഇപ്രകാരം വസുദേവർ യമുന നദി കടന്നു. തുടർന്ന് ഗോകുലത്തിൽ നന്ദമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെ ഗോപന്മാരെല്ലാം സുഷുപ്തിയിലായിരുന്നു. ഈ സന്ദർഭം ഉപയോഗിച്ച് അദ്ദേഹം നിശബ്ദനായി യശോദയുടെ ഗൃഹത്തിൽ കടന്നു. കുഞ്ഞിനെ യശോദയുടെ അടുത്ത് കിടക്കുന്നതിനേക്കാൾ മുൻപ് മകനെ ഇനി എന്നാണ് നമ്മൾ തമ്മിൽ കാണുക എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു വസുദേവർ. എന്നിട്ട് ആ കുഞ്ഞിനെ യശോദയുടെ അടുത്തേക്ക് കിടത്തി. എന്നിട്ട് യശോദയുടെ അടുത്ത് കിടക്കുന്ന ആ പെൺകുഞ്ഞിനെ എടുത്ത് വസുദേവർ മടങ്ങി കംസൻ്റെ കാരാഗൃഹത്തിലെത്തി. അപ്പോഴേക്കും കവാടങ്ങൾ അടഞ്ഞു. തൻ്റെ കാലിലെ ചങ്ങലയും പൂർവ്വസ്ഥിതിയിലായി. ദേവകിയുടെ അടുത്ത് കിടത്തിയ പെൺകുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ കേട്ട് കംസഭൃത്യന്മാർ ഉണർന്ന് ദേവകി പ്രസവിച്ചുവെന്ന വിവരം കംസനെ അറിയിച്ചു. ആ ശിശുവാണല്ലോ തൻ്റെ അന്തകനെന്നും അതിനെ ഉടനെ തന്നെ വകവരുത്താമെന്നും ചിന്തിച്ചുകൊണ്ട് പരിഭ്രാന്തനായി അഴിഞ്ഞ തലമുടി പോലും കെട്ടാതെ ഓടിയെത്തിയ കംസൻ തൻ്റെ സഹോദരിയുടെ കയ്യിലൊരു പെൺകുട്ടിയെ കണ്ടിട്ട് അന്താളിച്ചുപോയി. ആ കുട്ടി ഒരു പെൺകുട്ടിയാണല്ലോ എന്നും അതിനെയെങ്കിലും വിട്ടുകൊടുക്കണമെന്നുള്ള ദേവകിയുടെ ദയനീയമായ അഭ്യർത്ഥനയെ തെല്ലും മാനിക്കാതെ അവൻ ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച് നിർദ്ദയം പാറമേലടിക്കാൻ പുറപ്പെട്ടു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ ശിശു കംസന്റെ കയ്യിൽ നിന്ന് തെറിച്ച് മേൽപോട്ട് പോയി ഉയരുകയും സർവാലങ്കാരയുക്തവും ആയുധങ്ങളേന്തിയ അഷ്ടബാഹുക്കളോട് കൂടിയതുമായ ശരീരത്തോടു കൂടി ആകാശത്തിൽ പ്രകാശിക്കുകയും ചെയ്തു. മാത്രമല്ല, യോഗമായയുടെ അവതാരമായ ആ ദേവി കംസനോട്, ഹേ ക്രൂരനായ കംസ, കേവലം ഒരു സ്ത്രീയായ എന്നെ നശിപ്പിച്ചിട്ട് എന്തു കാര്യം? നിന്റെ അന്തകൻ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു. നീ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ചു കൊള്ളുക എന്നിങ്ങനെ ഉച്ചത്തിൽ അരുളി ചെയ്തിട്ട് അപ്രത്യക്ഷമായി. ജനങ്ങൾ ആ ദേവിയെ ഭൂമിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലും നാമത്തിലും ആരാധിച്ചു വരുന്നു. ഇച്ഛാഭംഗം കൊണ്ട് വ്യാകുല ഹൃദയനായ കംസനാകട്ടെ വസുദേവരെയും ദേവകിയെയും തടവിൽ നിന്ന് മോചിപ്പിക്കുകയും ക്ഷമാപണം പറയുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ കംസൻ തൻ്റെ കൂട്ടുകാരായ പൂതന, ഭഗൻ, പ്രലംബൻ തുടങ്ങിയ അസുരന്മാരെ വിളിച്ചു വരുത്തി തലേ ദിവസം രാത്രിയിലുണ്ടായ സംഭവങ്ങൾ അവരെ അറിയിച്ച് എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന തൻ്റെ അന്തകനായ ആ ബാലനെ കണ്ടുപിടിച്ച് വധിച്ചു കളയുവാൻ ആജ്ഞാപിച്ചു. അടുത്ത കാലത്തായി ആ നാട്ടിൽ ജനിച്ച ശിശുക്കളെയെല്ലാം എങ്ങനെയെങ്കിലും വധിച്ചു കളയുവാനായിരുന്നു കംസന്റെ നിർദ്ദേശം. ആ കൂട്ടത്തിൽ തൻ്റെ അന്തകനായ ബാലനും വധിക്കപ്പെടുമല്ലോ എന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. കംസന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ഓരോ അസുരനും ശിശുഹത്യ നടത്താൻ സഞ്ചരിച്ചു തുടങ്ങി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.